നാളുകളായി തുടരുന്ന ഇസ്രായേലിന്റെ നരവേട്ട ലോകമെങ്ങും വ്യാപക പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ലോകത്തെ മനുഷ്യാവകാശ പ്രവർത്തകർ അടക്കമുള്ള വലിയൊരു സമൂഹം ഇസ്രായേലിന്റെ നിലപാടുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോഴും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഒന്നും തന്നെ ഈ കാര്യത്തിൽ മൗനം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഫ്രീഡം ഫ്ലോട്ടിലെ കപ്പലിൽ 4 ആക്ടിവിസ്റ്റുകളെ സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുവാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുംബർഗ് അടക്കമുള്ളവരെയാണ് തിരിച്ചയച്ചത്. പാരീസിലെ ചാൾസ് ഡീഗലെ വിമാനത്താവളത്തിലാണ് ഗ്രേറ്റ തുംബർഗ് ഇറങ്ങിയത്. ഇവിടെ മാധ്യമങ്ങളെ കണ്ട തുംബർഗ് പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ലെന്നും ഇനിയും തുടരുമെന്നും വ്യക്തമാക്കി. നിയമവിരുദ്ധമായാണ് ഞങ്ങളെ ആക്രമിച്ച് ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയത്, പിന്നീട് തടവിലാക്കി. ഞങ്ങളോടൊപ്പമുണ്ടായിരുന്ന ഏതാനും പേരും ഇപ്പോഴും ഇവിടെയുണ്ട്. അവരുടെ കാര്യത്തിൽ വലിയ അനിശ്ചിതത്വങ്ങളുണ്ട്, ഗ്രേറ്റ പറഞ്ഞു. ഫലസ്തീനിലും പ്രത്യേകിച്ച് ഗസയിലും ഇപ്പോൾ ആളുകൾ കടന്നുപോകുന്ന സാഹചര്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇസ്രായേലിൽ ഞങ്ങൾ നേരിട്ടത് ഒന്നുമല്ലെന്നും ഗ്രേറ്റ വ്യക്തമാക്കി. ഗസയിലെത്തി സഹായ വിതരണം ചെയ്യുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഈ ദൗത്യത്തിന്റെ അപകട സാധ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായി അറിയാമായിരുന്നു. ഞങ്ങൾ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കില്ല എന്നത് ഉറപ്പാണ്. ഫലസ്തീനികൾക്കുള്ള ഞങ്ങളുടെ വാഗ്ദാനമാണിത്. കഴിയുന്നതെല്ലാം തുടർന്നും ചെയ്യാൻ സാധിക്കും, ഗ്രേറ്റ കൂട്ടിച്ചേർത്തു. പാരീസിൽ നിന്നും സ്വദേശമായ സ്വീഡനിലേക്ക് ഗ്രേറ്റ പോകും. ബെൻഗുരിയോൻ വിമാനത്താവളത്തിൽ നിന്ന് ഗ്രേറ്റയെ വിമാനത്തിൽ കയറ്റി അയക്കുന്ന ചിത്രം ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം തിരിച്ചയക്കൽ രേഖകളിൽ ഒപ്പിടാൻ വിസമ്മതിച്ച 8 ആക്ടിവിസ്റ്റുകളെയാണ് ഇസ്രായേൽ തടഞ്ഞു വച്ചിരിക്കുന്നത്. യൂറോപ്യൻ പാർലമെന്റ് അംഗമായ റിമ ഹസനും ഇതിൽ ഉൾപ്പെടും. അവരെ റാംലെയിലെ ഗിവോൺ ജയിലിലേക്ക് മാറ്റിയതായാണ് റിപ്പോർട്ടുകൾ. ഗസയിലെ ഇസ്രായേലിന്റെ പട്ടിണിക്കൊല ലോകത്തിലെ ശ്രദ്ധയിലെത്തിക്കാനാണ് ഫ്രീഡം ഫ്ലോട്ടിലെ സഖ്യം മാദലിൻ എന്ന നൗകയിൽ ഇറ്റലിയിൽ നിന്നും ഗസയിലേക്ക് യാത്ര തിരിച്ചത്. ഗസയിലെത്തും മുമ്പേ ഇസ്രായേൽ ഇവരെ തട്ടിക്കൊണ്ടുപോയി തടവിലാക്കുകയായിരുന്നു. ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നരനായാട്ടിൽ ആയിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളുമാണ് ഫലസ്തീന്റെ മണ്ണിൽ മരിച്ചു വീഴുന്നത്. ഗസയിലടക്കം ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയും ആശുപത്രികൾക്ക് നേരെയും തുടർച്ചയായി നടക്കുന്ന വ്യോമാക്രമണത്തിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ടെങ്കിലും യാതൊരുവിധ നടപടിയും സ്വീകരിക്കുവാൻ ഇസ്രായേൽ ഇനിയും തയ്യാറായിട്ടില്ല. ഇതിനിടയിൽ ഹൂത്തികളടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ആക്രമണമാണ് ഇസ്രായേലിനെതിരെ നടന്നുവരുന്നതെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.